പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് പലപ്പോഴും കണ്ണുണ്ടാകില്ല, തലച്ചോറുണ്ടാകില്ല, ചിന്തകൾ ഉണ്ടാകില്ല. ഒരാളെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഇഷ്ടം, അത് പ്രണയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ കൗമാരത്തിലേക്ക് എത്തുമ്പോഴാണ്. കാരണം ഈ സാമിന്റെ അച്ഛൻ എബ്രഹാം പറഞ്ഞു, മകനെ ഇത് ശരിയാകില്ല, ആ കുടുംബവുമായി ഒരു ബന്ധത്തിന് നമ്മൾ നിൽക്കുന്നത് ശരിയല്ല, അത് ശരിയായ നടപടിയല്ല, അതുകൊണ്ട് മോൻ ഇതെല്ലാം മറന്നു കളയണം എന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ സോഫിയയ്ക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേറെ എവിടേക്കെങ്കിലും പോകണം. ഈ പറയുന്ന വിവാഹത്തിന് ശേഷമോ എപ്പോഴോ അവർ തമ്മിൽ ഒരു പ്രണയം അവിടെ നാം വിട്ടു തുടങ്ങുകയാണ്. ഭർത്താവ് വിദേശത്ത്, നേരെ അദ്ദേഹത്തിനെ ഓസ്ട്രേലിയയിലുള്ള അവരുടെ ബ്രാഞ്ചിലേക്ക് ഉദ്യോഗസ്ഥനായി പറഞ്ഞ് നിയമിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സ്ഥലം മാറ്റം കൊടുക്കുന്നു. തന്നെ താൻ ജീവന് തുല്യം സ്നേഹിച്ച ആ ചെറുപ്പക്കാരൻ, തന്റെ ഭർത്താവ് ഇല്ലാതായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വളരെ വേദനയോടുകൂടിയാണ് സോഫിയ തിരിച്ചറിയുന്നത്. അതായത് സാമിന്റെ കരളിലും രക്തത്തിലും സയനൈഡിന്റെ അംശമുണ്ട്, അതും അമിതമായ അളവിൽ. ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ജീവിക്കേണ്ട രീതിയിലല്ല സോഫിയ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ജീവിക്കുന്നത്. അതിനു മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കത്തിക്കുത്ത് നടന്നിരുന്നു. ആ കത്തിക്കുത്തിൽ കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സാമിന്. പ്രണയം അതൊരു വല്ലാത്ത വികാരമാണ്. മനുഷ്യരെ പരസ്പരം കൂട്ടിയിണക്കുകയും അതോടൊപ്പം അവരെ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹനീയമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം. പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പ്രണയം എന്ന് പറയുന്ന വികാരത്തിന് പലപ്പോഴും കണ്ണുണ്ടാകില്ല, തലച്ചോറുണ്ടാകില്ല, ചിന്തകൾ ഉണ്ടാകില്ല. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്തരം പറച്ചിലിനൊക്കെ ചില കാരണങ്ങളുമുണ്ട്. ഈ പ്രണയിതാക്കൾക്ക് പലപ്പോഴും ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അവർക്ക് അവരെ മാത്രമേ കാണാൻ കഴിയൂ, അവരുടെ പ്രണയത്തെ മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ കഴിയൂ. അതിനപ്പുറം നിൽക്കുന്ന മറ്റു വികാരങ്ങളെയൊന്നും മറ്റുള്ളവരുടെ ചിന്തകളെയൊന്നും ഒരുപക്ഷെ അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സാം എബ്രഹാം എന്ന് പറയുന്ന കൊല്ലം പുനലൂർ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു സോഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ചെറുപ്പകാലം മുതൽ തന്നെ, അതായത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പ്രണയിച്ചു തുടങ്ങുന്നു. പ്രണയിക്കുകയായിരുന്നില്ല സ്കൂൾ കാലഘട്ടം എന്ന് നമുക്കറിയാം. കാരണം അവരെപ്പോഴും ഒരാളെ കാണുമ്പോൾ തോന്നുന്ന ഒരു ഇഷ്ടം, അത് പ്രണയമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ കൗമാരത്തിലേക്ക് എത്തുമ്പോഴാണ്. അവർ തമ്മിൽ അങ്ങനെ കൂടിക്കാഴ്ചയിലുണ്ടാകുന്ന ആ ഒരു ഇഷ്ടത്തെ അവർ കൗമാരകാലം എത്തിയപ്പോൾ അത് പ്രണയമാണ് എന്ന് തിരിച്ചറിയുകയാണ്. വിദ്യാഭ്യാസ കാലത്ത് ഉടനീളം അവർ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിന്ന പ്രണയബന്ധം. അവരൊരുമിച്ചൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്നു, അവർ പഠിക്കുന്നു, പ്രണയത്തോടു കൂടി തന്നെ പഠിക്കുന്നു. ഒടുവിൽ വിവാഹത്തിലേക്ക് അത് കലാശിക്കുന്നു. ആദ്യം വീട്ടുകാർക്ക് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ സാമിന്റെ അച്ഛൻ എബ്രഹാം പറഞ്ഞു, മകനെ ഇത് ശരിയാകില്ല, ആ കുടുംബവുമായി ഒരു ബന്ധത്തിന് നമ്മൾ നിൽക്കുന്നത് ശരിയല്ല, അത് ശരിയായ നടപടിയല്ല, അതുകൊണ്ട് മോൻ ഇതെല്ലാം മറന്നു കളയണം എന്ന് പറഞ്ഞു. അത് പറ്റില്ല ചാ, ഞാൻ ഏറെ കാലം കൊണ്ട് പ്രണയിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, എനിക്ക് അവളെ തന്നെ മതി, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ അവളെ എന്ന് സാം മറുപടി പറഞ്ഞു. അങ്ങനെ അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലും, അതായത് സോഫിയയുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സോഫിയയുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സോഫിയ പറഞ്ഞു, എനിക്ക് സാമിനെ തന്നെ മതി, സാമിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. പ്രണയത്തിന്റെ ആ ഒരു കൊടുമുടിയിൽ നിൽക്കുന്ന ഏത് പെൺകുട്ടിയും പറയുന്ന വാക്കുകൾ മാത്രമാണ് സോഫിയയും പറഞ്ഞത്. അങ്ങനെ ഒടുവിൽ 2008 അവരിരുവരും വിവാഹിതരാകുന്നു. നാടറിഞ്ഞുകൊണ്ടുള്ള ഒരു കല്യാണം, നിരവധി ബന്ധുക്കൾ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്തു വിവാഹമെല്ലാം കഴിഞ്ഞു. വളരെ മംഗളകരമായ ജീവിതം, പ്രണയ പൂർത്തീകരണത്തിന്റെ അസുലഭ നിമിഷങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന മധുവിധു നാളുകൾ. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആ സമയത്ത് ഈ സാമിന് ബാംഗ്ലൂരിൽ ആണ് ജോലി. അദ്ദേഹം ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് MBA പഠിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അതോടൊപ്പം തന്നെ സോഫിയയും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊട്ടും പിന്നിലായിരുന്നില്ല. അവർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അങ്ങനെ അവരും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഒരു ജോലിയിൽ അവർ പ്രവേശിക്കുന്നു. സാം ആവട്ടെ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ. ഈ കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സമയം സാം ദുബൈയിലേക്ക് പോവുകയാണ്. അവിടെ ആയിരുന്നു സാമിന്റെ ആദ്യകാല ഔദ്യോഗിക ജീവിതം. അതായത് UAE എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായി മാറുന്നു. അതാണ് സാമിന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം. അവരുടെ വൈവാഹിക ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് അതായി കാണുന്നു. കാര്യം സാമ്പത്തികമായി വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നു. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ സോഫിയയ്ക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേറെ എവിടേക്കെങ്കിലും പോകണം. അങ്ങനെ തുടർന്നൊരു ഉപരിപഠനത്തിനായി
സോഫിയ കോട്ടയത്തേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. അരുൺ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്, അരുൺ കമലാസൻ. അവർ തമ്മിൽ ഈ പറയുന്ന വിവാഹത്തിന് ശേഷമോ എപ്പോഴോ അവർ തമ്മിൽ ഒരു പ്രണയം അവിടെ നാമ്പിട്ട് തുടങ്ങുകയാണ്. ഭർത്താവ് വിദേശത്ത്, സ്വാഭാവികമായും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ. ആ പെൺകുട്ടിയുടെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ, സോഫിയുടെ മനസ്സിലും പ്രണയത്തിന്റെ ചില നാമ്പുകൾ ഇങ്ങനെ ഉടലെടുത്ത് വന്നുകൊണ്ടിരുന്നു. അവര് വീണ്ടും പ്രണയബദ്ധരായി മാറുന്നു. ഇതൊന്നും അറിയാതെ സാം അപ്പോഴും അവിടെ ജോലിയിൽ കഴിയുകയാണ്. ഒടുവിൽ സാം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ നേരെ എൻ്റെ അടുത്തേക്ക് പോരൂ, ഞാനിപ്പോ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കലേ, അപ്പം അതുകൊണ്ട് നിനക്ക് ഇവിടെ വന്നാൽ നമുക്ക് രണ്ടുപേർക്കും സുഖകരമായി നമ്മുടെ ഈ ദാമ്പത്യ ജീവിതമൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് അതിന് തയ്യാറായിരുന്നില്ല. അവൾ പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് ശ്രമിക്കുകയാണ്. കാരണം എൻ്റെ സഹോദരിയും കുടുംബവും അവിടെ ജോലിയിലാണ്. അതായത് എൻ്റെ സഹോദരി അവിടെ നഴ്സാണ്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം. അങ്ങനെ ഈ പറയുന്ന സോഫിയ ഒരു ടെസ്റ്റൊക്കെ പാസ്സായി ഒടുവിൽ ഓസ്ട്രേലിയയിലേക്ക്, മെൽബണിലേക്ക് കയറുന്നു. തുടർന്ന് പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ സാം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, നമ്മൾ ഒരുമിച്ച് ഇവിടെ താമസിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഈ സാം അവിടെ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി UAE എക്സ്ചേഞ്ചിൽ അപേക്ഷ കൊടുക്കുന്നു. കൊടുത്തവർ പറഞ്ഞു, ശരി, സാം മിടുക്കനായ ഒരു ജോലിക്കാരനാണ്, മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. UAE എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വർത്ത് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് സാമിനെ പറഞ്ഞു വിടാനും അവർക്ക് മനസ്സ് വന്നില്ല. അങ്ങനെയെങ്കിൽ ട്രാൻസ്ഫർ നേരെ അദ്ദേഹത്തിനെ ഓസ്ട്രേലിയയിലുള്ള അവരുടെ ബ്രാഞ്ചിലേക്ക് ഉദ്യോഗസ്ഥനായി പറഞ്ഞ് നിയമിച്ചു വിടുകയാണ് ചെയ്യുന്നത്. സ്ഥലം മാറ്റം കൊടുക്കുന്നു. അങ്ങനെ അവരൊരുമിച്ച് ജീവിച്ചു വരുന്നു. അവർക്കൊരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് ഇവരാരും അറിയാതെ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും കൂടി മെൽബണിലേക്ക് താമസത്തിനെത്തുന്നത്. അതായത് സ്റ്റഡി വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഇവരുടെ പ്രണയബന്ധം എവിടേക്കോ നഷ്ടപ്പെടുമെന്ന് തോന്നിയ ആ പ്രണയബന്ധം അരുണിന്റെയും ഈ സോഫിയുടെയും അതിങ്ങനെ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴായി ഇവർ പലയിടത്തും വെച്ച് കണ്ടുമുട്ടാൻ തുടങ്ങി, വീട്ടിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രണയബന്ധം വഴിവിട്ട ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും സാം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അതായത് അദ്ദേഹത്തിനെതിരായി 2015 നടക്കുന്ന ഒരു വധശ്രമത്തിന് മുൻപായി ഇതൊന്നും സാം അറിഞ്ഞിരുന്നേയില്ല. ഒടുവിൽ ആ സമയത്ത് വെക്കേഷന് സാം നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിലേക്കെത്തി അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുന്നു. അവരുടെ ഏക 2 മക്കളിൽ ഒരാളാണ്. അവിടെ എത്തിയതിനു ശേഷം അവരോടൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അച്ഛനോട് പറഞ്ഞു, അപ്പാ, ഞാൻ ഒരുപക്ഷെ കൊല്ലപ്പെട്ടേക്കാം, ജീവനോടെയുള്ള എൻ്റെ അവസാനത്തെ വരമായിരിക്കും ഇത്. അപ്പം കരുതി മകൻ തമാശ പറയുകയാണ്. എന്നാൽ ചില ബന്ധുക്കളോടും ഇക്കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് വെക്കേഷനെല്ലാം ആഘോഷപൂർവ്വം ആടിത്തിമിർത്തതിനു ശേഷം ഇവർ തിരികെ മെൽബണിലേക്ക് പോവുകയാണ്. പിന്നീട് ഒക്ടോബർ മാസം എത്തിയപ്പോൾ ഒരു ഫോൺ കോൾ വീട്ടിലേക്ക് വരുന്നു. അവരുടെ എല്ലാമായിരുന്ന സാം എന്ന ആ ചെറുപ്പക്കാരൻ ഉറക്കത്തിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുപോയി. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. ഇത്ര ചെറിയ പ്രായത്തിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ? എല്ലാവർക്കും സംശയം തോന്നി. പക്ഷെ എല്ലാവരും കരുതി വിദേശത്ത് കുറെ വർഷങ്ങളായി വിദേശത്തുള്ള ജീവിതം, അങ്ങനെ വിദേശത്ത് ജീവിക്കുന്നതിനിടയിൽ ഒരു പക്ഷേ ആഹാര കാര്യത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും മകൻ ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക്, അതും ഉറക്കത്തിനിടയിൽ സംഭവിച്ചു പോയ. നേരം വെളുത്ത് സോഫിയ ചെന്ന് വിളിച്ചപ്പോൾ നിശ്ചേഷ്ടനായി കിടക്കുകയാണ്. മരണത്തെ പുൽകി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സാം. ഇതൊന്നും അറിയാതെ 9 വയസ്സുകാരനായ മകനും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചില പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. പതുക്കെ സാമിന്റെ മൃതദേഹം നാട്ടിലെ പുനലൂരിലെ വസതിയിലേക്ക് എത്തിക്കും. എല്ലാവരും വീർപ്പുമുട്ടി ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെ എല്ലാവരും കണ്ടപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന, അതും ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചു, മാംഗല്യം എന്ന് പറയുന്ന ആ ഒരു മഹനീയമായ അവസ്ഥ നഷ്ടപ്പെട്ടു പോയ സോഫിയെ കണ്ട് എല്ലാവർക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല, വിഷമമടക്കാൻ കഴിഞ്ഞില്ല. സോഫിയയും ആകെ തകർന്നു പോയിരുന്നു. തന്നെ താൻ ജീവന് തുല്യം സ്നേഹിച്ച ആ ചെറുപ്പക്കാരൻ, തൻ്റെ ഭർത്താവ് ഇല്ലാതായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വളരെ വേദനയോടുകൂടിയാണ് സോഫിയ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ കൂടിയവരുടെ മുന്നിൽ വളരെയധികം വിഷമിച്ച് തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സോഫിയുടെ മുഖത്ത് നോക്കി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഓരോ ബന്ധുക്കളും വന്ന് മടങ്ങുകയാണ്. അച്ഛനും അമ്മയ്ക്കും അറിയില്ല എന്താണ് പറയേണ്ടത്. ആ കുഞ്ഞിനെ എന്ത് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കണം, ഇതൊന്നും അറിയാൻ വയ്യാത്ത വല്ലാത്തൊരവസ്ഥ.
വല്ലാത്ത ഒരു വീർപ്പുമുട്ടൽ. സോഫിയ എന്തും വരട്ടെ, ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ, തനിക്കെല്ലാം ഉണ്ടായിരുന്ന അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി, ഇനിയും ഒരു മകനുണ്ട്, അതിനെ പഠിപ്പിക്കണം, വളർത്തിക്കൊണ്ടുവരണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്റെ മുകളിലുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് സോഫിയ തിരികെ എല്ലാ ചടങ്ങുകൾക്കും ശേഷം തിരിച്ച് മെൽബണിലേക്ക് യാത്രയായി. അവിടെ തന്റെ അമ്മായിയച്ഛനോടും അമ്മായിയമ്മയോടുമുള്ള സ്നേഹം ഒരിക്കൽ പോലും സോഫിയ വേണ്ട എന്ന് വെച്ചില്ല. അല്ലെങ്കിൽ അവർ കാട്ടിയിരുന്ന സ്വന്തം മകളോടെന്ന പോലെയുള്ള ആ ഒരു സ്നേഹത്തെ തള്ളിക്കളയാൻ സോഫിയ തയ്യാറായിരുന്നില്ല. സോഫിയ നിരന്തരം അവരെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, അപ്പ അമ്മേ, നിങ്ങൾ വിഷമിക്കരുത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾ ആ വിഷമത്തിൽ ജീവിക്കരുത്, കണ്ടില്ലേ എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള ഒരു തരത്തിൽ അവരെ പറഞ്ഞ് എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ഒരാളായിരുന്നു സത്യത്തിൽ സോഫിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അവരൊരുപാട് വിശ്വസിച്ചു. അങ്ങനെ ആഴ്ചകൾ കടന്നു പോകുന്നു. എല്ലാ ആഴ്ചയിലും മുറതെറ്റാതെയുള്ള വിളികൾ ആ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരാഴ്ച എത്തിയപ്പോൾ എന്തോ ഫോൺ കോൾ സോഫിയുടേതായി എത്തുന്നില്ല. അവർ വല്ലാതെ ടെൻസ്ഡായി പോയി. വല്ലാത്തൊരു വിഷമം അവർക്ക് തോന്നി. ഇനി എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഭർത്താവ് മരിച്ചുപോയി, ആരോരും തുണയില്ലാതെ ജീവിക്കുന്ന ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള വല്ലാത്തൊരു ആശങ്ക ആ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സിലുണ്ടായി. അവരങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, അപ്പോഴൊന്നും ഒരു അറിവ് കിട്ടുന്നില്ല. പിന്നീട് അവിടെയുള്ള ഒരാളെ വിളിച്ചന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സോഫിയ പോലീസിന്റെ കസ്റ്റഡിയിലാണ്, ജയിലിലാണ്. കാരണം മറ്റൊന്നുമല്ല, സാമിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സോഫിയ പിടിയിലായത്. എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. ഭർത്താവ് മരിച്ച വേദനയിൽ ഭർത്താവിന്റെ മൃതദേഹത്തെ അന്ത്യചുംബനം നൽകി കെട്ടിപ്പിടിച്ച് പുണർന്ന് വാരിക്കിടന്ന് കരയുന്ന ആ പെൺകുട്ടിയെ ഓർത്തപ്പോൾ, ആ കുട്ടിയോ, സോഫിയയോ? സോഫിയ അങ്ങനെയൊന്നും ചെയ്യില്ല, ആ കുട്ടി നിരപരാധിയാണ്. അവർ അവരെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിന്നീടാണ് കാര്യങ്ങളുടെ ചുരുളരിയുന്നത്. മറ്റൊന്നുമല്ല, ഒരു പോസ്റ്റ്മോർട്ടം നടന്നു ഓഗസ്റ്റ് മാസത്തിൽ, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം. ആ പോസ്റ്റ്മോർട്ടത്തിൽ എവിടെയോ ഒരു ചെറിയ പിശകുണ്ടായി. അതായത് സാമിന്റെ കരളിലും രക്തത്തിലും സയനൈഡിന്റെ അംശമുണ്ട്, അതും അമിതമായ അളവിൽ. അതെങ്ങനെയുണ്ടായി? അതായിരുന്നു പോലീസിന്റെ സംശയം. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കരളിലും രക്തത്തിലും സയനൈഡിന്റെ വർദ്ധിതമായ അളവ്. പോലീസ് ഞെട്ടിപ്പോയി. പോലീസിന് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സംശയം അപ്പോഴിങ്ങനെ തോന്നി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ രഹസ്യമായി പല രൂപത്തിൽ, പല ഭാവത്തിൽ ഈ ഓസ്ട്രേലിയൻ പോലീസ് രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഓരോ ചുവടുവയ്പ്പുകളും അവർ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അതായത് നമ്മുടെ സോഫിയയുടെ ഓരോ ചുവടുകളും, സോഫിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടപാടുകളും ഇവർ വളരെ സുസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി എന്തോ എവിടെയോ ചില തകരാറുകളുണ്ട്. ഒടുവിൽ പോലീസ് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയി. ആ അന്വേഷണം ഒരിക്കൽ പോലും ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു പൊതുജനം അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഈ സോഫിയയോ മറ്റാരെങ്കിലുമോ അറിഞ്ഞിട്ടുകൊണ്ടോ അല്ല നടന്നത്. പലപ്പോഴും അവരറിയാതെ തന്നെ അന്വേഷണം നടത്തി. അതിൽ നിന്ന് മനസ്സിലായി, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ജീവിക്കേണ്ട രീതിയിലല്ല സോഫിയ എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ജീവിക്കുന്നത്. അരുൺ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനൊപ്പം നിരന്തരമായി കറങ്ങാൻ പോകുന്നു. അതോടൊപ്പം തന്നെ അതുവരെ സാമിന്റെ പേരിലുണ്ടായിരുന്ന ഒരു കാറ് പെട്ടെന്ന് തന്നെ അരുൺ കമലാസൻ എന്ന് പറയുന്ന ആളിന്റെ പേരിലേക്ക് മാറ്റപ്പെടുന്നു. അതോടൊപ്പം അരുൺ കമലാസനും ഇദ്ദേഹം സോഫിയയും കൂടെ ചേർന്ന് ഒരു ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് എടുക്കുന്നു. ഇങ്ങനെ തുടങ്ങി നിരവധി സംശയങ്ങൾ. അങ്ങനെ ഈ പറയുന്ന ഓസ്ട്രേലിയൻ പോലീസ് അതികാര്യക്ഷമമായി തന്നെ കേസിന്റെ എൻക്വയറിയിലേക്ക് പോയി. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ പല വിവരങ്ങളും, ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അതോടൊപ്പം തന്നെ 6000-ലധികം ഫോൺ കോളുകളാണ്, ഫോൺ റെക്കോർഡിങ്ങുകളാണ് ആ പോലീസ് പരിശോധിച്ചത്. ഇവരെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാം. ഈ കൊലപാതകത്തിൽ സോഫിയയും അരുണും പങ്കെടുത്തിട്ടുണ്ടോ എന്നറിയാം. അതിനു മുൻപ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു കത്തിക്കുത്ത് നടന്നിരുന്നു. ആ കത്തിക്കുത്തിൽ കഴുത്തിനും കൈക്കുമൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സാമിന്. അങ്ങനെ ഇതെല്ലാം കൂടി പോലീസ് ചേർത്ത് വായിക്കുന്നു. ഒടുവിൽ അരുൺ കമലാസൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പോലീസ് സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തുന്നു. അതിനായി ഒരു ഡിറ്റക്റ്റീവ് വേഷം മാറി, അതായത് സാമൂഹ്യ വിരുദ്ധരായും അതോടൊപ്പം കൊള്ളപ്പലിശക്കാരായും കൊലപാതകികളായും ക്രിമിനലുകളായി ഒരു വേഷപ്പകർച്ച നടത്തുന്നു. അങ്ങനെ പ്രച്ഛന്ന വേഷത്തിൽ അവർ സാമിനെ പിന്തുടരുന്നു. സാമിനോടൊപ്പം മദ്യപിച്ചു അവർ. സാമിനോടൊപ്പം ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. സാമിനെ കൊണ്ടുപോയി ഇതിനുള്ളിലേക്ക് ഉൾപ്പെടുത്തി. ഇതെല്ലാവരും ഈ ക്രിമിനൽ
ആളുകൾ അവിടെ പോയി ആളുകളെ വിരട്ടുന്നു, അവരുടെ പക്കൽ നിന്നും വാഹനങ്ങൾ തിരിച്ചു പിടിക്കുന്നു. അതായത് പണം പലിശയ്ക്ക് കൊടുത്തിട്ട് പണം അടയ്ക്കാത്തതിന്റെ പേര് നടത്തുന്ന ഗുണ്ടാ പ്രവൃത്തി പോലെ അവരുടെ വാഹനങ്ങൾ വരെ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് സാമുമായി നല്ലൊരു അടുപ്പം ഉണ്ടാക്കി വെക്കും. ഒടുവിൽ സാമിന് PR വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെയുള്ള ഒരു ഡിറ്റക്റ്റീവിന്റെ ഒരു ആളുമായി, ഒരു ഉദ്യോഗസ്ഥനുമായി ചേർന്നുകൊണ്ട് ഇയാൾ നടത്തിയിട്ടുള്ള ക്രിമിനൽ കാര്യങ്ങളെക്കുറിച്ച് അയാളിൽ നിന്ന് ചോദിച്ചറിയുന്നു. സാം അവിടെ നിന്ന് എങ്ങനെയാണ് സാമിനെ കൊലപ്പെടുത്തിയത്, ഈ അരുൺ എങ്ങനെയാണ് സാമിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നൽകുകയും ചെയ്യുന്നു, പറയുന്നു. ഒരു ദിവസം രാത്രി, അതായത് അവരെല്ലാം മടങ്ങി വന്ന ദിവസം രാത്രി, ആ രാത്രിയിൽ സാം ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ അരുൺ സാമിന്റെ വീടിന് ചേർന്നിട്ട്. രാത്രിയിൽ സോഫിയ വീട്ടിലേക്ക് വരുന്നു. അവരെ പിന്തുടർന്നുകൊണ്ട് ഒളിച്ചും പാത്തും ഈ അരുൺ സാമിന്റെ വീടിനുള്ളിൽ കയറിപ്പറ്റും. സാധാരണഗതിയിൽ രാത്രിയിൽ അവക്കാഡോ ഷേക്ക് അദ്ദേഹം കുടിച്ചു, സാമിന് നൽകി. പക്ഷെ അതിനുള്ളിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുടിച്ച ഉടൻ തന്നെ സാം എബ്രഹാം പതുക്കെ ഉറക്കത്തിലേക്ക്, അതിഭീകരമായ അതിഗാഠമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ സാം എബ്രഹാം ഇങ്ങനെ ബോധരഹിതനായി കിടന്നുറങ്ങുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജ്യൂസിനുള്ളിൽ സയനൈഡ് കലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇങ്ങനെ വളരെ ശക്തിയോടുകൂടി അകത്തി പിടിച്ചു വെച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ആ ഓറഞ്ച് ജ്യൂസ് ആ ഉറക്കത്തിനിടയിൽ അതിഗാഠമായ ആ നിദ്രയ്ക്ക് ഇടയിൽ ഈ സാം ഈ ഓറഞ്ച് ജ്യൂസ് അപ്പാടെ കുടിക്കുന്നു. അങ്ങനെയാണ് സാമിന്റെ ശരീരത്തിൽ രക്തത്തിനുള്ളിലും ലിവറിലും സയനൈഡിന്റെ അതിഭീകരമായ അളവിലുള്ള സാന്നിധ്യം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇത് തന്നെ ആയിരുന്നു പോലീസിന്റെ സംശയത്തിന് കാരണവും. പക്ഷേ വളരെ അതിവിദഗ്ധമായ രീതിയിലാണ് പോലീസ് ഈ അന്വേഷണം പൂർത്തീകരിച്ചത്. അതോടൊപ്പം ഒരു ജൂറി ഉണ്ടാകുന്നു. അങ്ങനെ സിഡ്നി സുപ്രീം കോർട്ട് ഇവരെ രണ്ടുപേരെയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യും. ഈ സ്വന്തം ഭർത്താവിനെ, സ്വന്തം മകന്റെ നിലനിൽപ്പ് പോലും, സ്വന്തം ജീവിതം പോലും നോക്കാതെ ഒരു കാമുകന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ തന്റെ കാമുകന് കൂട്ടുനിന്നവർ. അതിനിടയിൽ ഒരുപാട് ഡയറി കുറിപ്പുകളും കണ്ടെത്തിയിരുന്നു. ഇവർ രണ്ടുപേരും എഴുതിയിരുന്ന ഡയറി കുറിപ്പുകൾ. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിന്നിലേക്ക് അലിയുന്നതാണ് എന്റെ സ്വപ്നം, നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് ഉയരവും ഞാൻ താണ്ടും കീഴടക്കും എന്ന് തുടങ്ങിയ സോഫിയയുടെ ഡയറി കുറിപ്പുകളും കണ്ടെത്തിയോടുകൂടി പോലീസ് ഇവർ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ അരുണിന്റെ പേരിലുള്ള സിമ്മിലാണ് ഇവർ രണ്ടുപേരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ പോലീസിന് ലഭിച്ച വിവരങ്ങളാണ്. ഈ വിവരത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഒരു ഹാർട്ട് അറ്റാക്ക് എന്നുള്ള നിലയിൽ, ഹാർട്ട് അറ്റാക്കിലൂടെ ഉണ്ടായ സ്വാഭാവിക മരണം എന്നുള്ള നിലയിൽ എഴുതിത്തള്ളപ്പെടേണ്ടിയിരുന്ന ആ ഒരു മരണം കൊലപാതകത്തിലേക്ക് എത്തുകയും ഒടുവിൽ ആ കൊലക്കുറ്റം തെളിയുകയും രണ്ട് പ്രതികളെയും, അതായത് അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും സോഫിയ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരിയെയും കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ഏകദേശം 22 വർഷവും 27 വർഷക്കാലവും അവർക്ക് തടവ് ശിക്ഷയും വിധിച്ചിരിക്കുന്നു. 20 വർഷം കഴിയാതെ ഒരു കാരണവശാലും പരോൾ അനുവദിക്കാൻ പാടില്ല എന്ന് ഈ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് പ്രണയം വരുത്തി വയ്ക്കുന്ന ജീവിതാവസ്ഥ. ഇന്നും ആ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീർ മായ്ക്കുവാൻ ഇവർക്ക് കഴിയുമോ? ഇവരുടെ പ്രണയത്തിന്റെ ആ ഒരു സാഫല്യത്തിന് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനെയാണ്, ഒരു അനാഥനെ പോലെ ജീവിക്കുന്ന ഒരു 10 വയസ്സുകാരന്റെ ജീവിതമാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്. പ്രണയിക്കുമ്പോൾ ഇതൊന്നും ചിന്തിക്കാറില്ല. തങ്ങൾക്ക് മാത്രം ഒരുമിച്ച് ജീവിക്കണം, അതിനാരൊക്കെ തടസ്സം നിൽക്കുന്നുവോ അവരെയെല്ലാം ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്കല്ലേ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അതെ എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരുപക്ഷെ ഇത്രയും കാര്യക്ഷമമായി ആരും പരാതിക്കാരില്ലാതെ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ പരിസമാപ്തി ഇതായി തീരുന്നു. നമ്മളൊന്ന് ഓർക്കുക, പ്രണയം നല്ലതാണ്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ ജീവന് തുല്യം കൊണ്ടു നടക്കുന്നവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അവരെ അപായപ്പെടുത്തിക്കൊണ്ടോ അതിന്റെ പിന്നാലെ പായരുത്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുമുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യ മനസാക്ഷിയെ പോലും വിറങ്ങലിപ്പിക്കുന്ന ഇത്തരം കഥകൾക്ക് തീർച്ചയായും വൈബ്സ് എന്റർടൈൻമെന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ പിന്തുടരുക.